സാറ് കുറച്ച് മുമ്പ് ചെയ്ത ഒരു 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 തട്ടിപ്പുകാരനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഉണ്ടല്ലോ. ഈ ആത്മീയതയുടെ പേരിൽ വമ്പൻ തട്ടിപ്പുകൾ നടത്തുന്ന കുറേ ഭീകരന്മാരുണ്ടല്ലോ. അത് ഏത് സമുദായത്തിലും ഉണ്ട്. ആരായാലും അത് അപലപിക്കപ്പെടേണ്ടതുമാണ്. അവർ രാജ്യദ്രോഹികളും മനുഷ്യദ്രോഹികളും ഒക്കെയാണല്ലോ. അപ്പോൾ ഒരു ലോകാതിരിപ്പാട്, അമ്പോറ്റി അല്ലേ, ആ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മനോജ്, അതെ, ഒരു മനോജ് എന്ന യഥാർത്ഥ പേരുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ സാർ പറഞ്ഞിരുന്നല്ലോ. ഇപ്പം കേൾക്കുന്നൊരു വാർത്ത, അയാളെക്കാളും വലിയൊരു ബിരുദൻ എന്നല്ല, അയാളെ പറ്റിക്കാൻ മാത്രം പിറന്ന ഒരുത്തി, അതും മലബാറിൽ നിന്ന് ഒരു മുസ്ലിം പെണ്ണ് വന്ന് അയാൾക്ക് പണി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാവും, പ്രേക്ഷകർ കൗതുകമുള്ള വാർത്ത. ഇത് റിപ്പോർട്ടുകളിൽ വന്നത് പാലക്കാട് കാവിൽപ്പാട് നാഗേക്ഷിക്കാവിലെ പൂജാരിയായ യുവാവിനെ ഇവർ പറ്റിച്ചു എന്നാണ്. അപ്പോൾ യുവാവ് ആരാന്ന് പറഞ്ഞിട്ടില്ല, അന്ന് പറഞ്ഞില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മനോജ് എന്ന് പറഞ്ഞ യോഗാതിരിപ്പാട്. ഇപ്പം യോഗാതിരിപ്പാട് എന്ന് പറഞ്ഞൊരു പദവി ഇന്ന് കേരളത്തിൽ സത്യത്തിൽ നിലവിലില്ല. യോഗാതിരിപ്പാട് തൃശ്ശൂരിൽ ബ്രഹ്മസ്വം മഠവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യോഗാതിരിപ്പാട് എന്ന് പറഞ്ഞൊരു പദവി നേരത്തെ ഉണ്ടായിരുന്നു. ഈ യോഗാതിരിപ്പാടാണ് ഈ കൊച്ചി രാജാവിനെ വാഴിച്ചിരുന്നതൊക്കെ. അപ്പോൾ വാഴിച്ചിരുന്നത് യോഗാതിരിപ്പാടായതുകൊണ്ട് നമ്പൂതിരിയാണ്. യോഗാതിരിപ്പാടായതുകൊണ്ട് യോഗാതിരിപ്പാട് രാജാവിനേക്കാൾ വലിയ ആളായിട്ട് ഭാവിക്കാൻ തുടങ്ങി. ശക്തൻ തമ്പുരാൻ്റെയൊക്കെ കാലത്ത് ഭാവിക്കാൻ തുടങ്ങി. പുള്ളി ഇല്ലെങ്കിൽ രാജാവിനെ പിന്നെ വാഴിക്കാൻ പറ്റില്ലല്ലോ. രാജാവിനെ അയാളില്ലെങ്കിൽ വാഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അയാള് വലിയ ആളായി ചമഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ എടുത്ത് തട്ടിക്കളഞ്ഞു ശക്തൻ തമ്പുരാൻ. ആ പോസ്റ്റും തട്ടി, അയാളെയൊക്കെ തട്ടി. യോഗാതിരിപ്പാടെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പിന്നെ ഇയാള് ഏതോ 4-5 നമ്പൂരിമാർക്കൊക്കെ കാശ് കൊടുത്തിട്ട് ഇയാള് ഇയാളെ യോഗാതിരിപ്പാടായിട്ട് ഈ മനോജ് വാഴിച്ചു. ശങ്കരോടം എന്നൊക്കെ പറഞ്ഞ് വീട്ടിനൊക്കെ പേരിടുക. പിന്നെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ പഴയ പോലെ ഈ മുണ്ടൊക്കെ ഇങ്ങനെ മാറിലിൻ്റെ മുകളിലൊക്കെ ചേർത്ത് പടമൊക്കെ എടുക്കുക. പഴയ തറവാടാണെന്നൊക്കെ ഭാവിക്കുക. അതിന് പുറമെ ഒറിജിനൽ എന്താണ്, ഇയാള് നായരാണ്. അപ്പോൾ ഇയാൾ പിന്നെ പണ്ട് ഈ വെട്ടത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വരൂപമൊക്കെ ഉണ്ടായിരുന്നു, രാജകുടുംബം. അതുമൊക്കെ അന്യം നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇയാള് പിന്നെ ഈ വെട്ടത്ത് രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നിട്ട് ഈ വെട്ടത്ത് രാജകുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഇയാളുടെ പേരിന്റെ കൂടെയൊക്കെ ചേർക്കുക, ഗസറ്റി പരസ്യം ചെയ്ത് പേര് മാറ്റുക. ഇങ്ങനെ ഒരുപാട് വിക്രിയകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ അമ്പോറ്റി എന്നിടയ്ക്ക് കുറെ കാലത്ത് ഇയാളുടെ പേരിന്റെ കൂടെ അമ്പോറ്റി എന്നൊക്കെ ചേർത്തിരുന്നു. പിന്നെ ഇയാള് സഞ്ചരിക്കുമ്പോൾ ഈ ഓലക്കൊട പിടിക്കുക, ഇയാളുടെ വീട്ടിലെ അമ്മുമ്മയൊക്കെ കൊണ്ട് ഓലക്കൊട പിടിപ്പിക്കുക, പഴയ അന്തർജനം ഒക്കെ നടന്നിരുന്ന പോലെയൊക്കെ. ഇങ്ങനെ ഒരു സവർണ ഒരു ഭയങ്കര സാധനം ഇയാള് സവർണ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണിക്ക് സാധനം, ആ സാധനം ഇങ്ങനെ കെട്ടിപ്പൊക്കി. പിന്നെ സർപ്പം പൂജ, അത് ഇതും ഓരോന്നും പറഞ്ഞ് ഒരുത്തൻ അവിടെ ഈ സുനിൽ ദാസ് എന്നും പറഞ്ഞ് നടന്ന ഒരുത്തൻ പാലക്കാട് തന്നെ, മുതലമട സ്നേഹം ചാരിറ്റീസ്, അവനിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. മുംബൈയില് മധുരയിലും ഒക്കെ. അപ്പൊ പാലക്കാട് ഇതിന് പറ്റിയ വിളനിലമാണെന്ന് തോന്നുന്നു ഇത്തരം തട്ടിപ്പുകാർക്ക്. അപ്പം ഇയാള് ഈ പാലക്കാട് കാവിൽപ്പാട് നാഗേക്ഷിക്കാവിലെ പൂജാരിയായ യുവാവിനെ വാർത്തയിൽ വന്നത് അയാളുടെ അടുത്ത് ചെന്നത്, ഞാൻ ഈ ചില യക്ഷിമാരൊക്കെ ഈ മിമിക്രിയിലൊക്കെ സംസാരിക്കില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിസൈനസ് അബ്ദുള്ളയില് വരില്ലേ, മറ്റേ പുള്ളി വരില്ലേ, ഞാൻ മറ്റേ നമ്പൂരിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം മനുഷ്യരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏക മകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു യുവതി. നമ്പൂതിരിപ്പാടുമാണ്, ഡോക്ടറാണ് അല്ലേ. അവിടെ ജനറൽ പാലക്കാട് ജനറൽ ആശുപത്രിയിൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഈ പൂജാരിയായ യുവാവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പൊ ഇവർക്ക് സഹായികളൊക്കെ ഉണ്ട്. ഇത് ഈ നികിത ബ്രഹ്മദത്തന് സഹായികള്. അപ്പൊ ഈ പൂജാരി അങ്ങോട്ട് ചെല്ലുമ്പോ ഇവര് മറ്റേ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് ജനറൽ
സ്വീകരിക്കാൻ നിൽക്കും. മുമ്പ് അവിടെ NIT അധ്യാപികയാണെന്നും പറഞ്ഞിട്ട് ജോളി പലർക്കും സൈനൈഡ് കൊടുത്തില്ല. അത് തന്നെ അതുപോലത്തെ ഒരു പരിപാടി. ഇത് സ്റ്റെതസ്കോപ്പ് കേട്ടിട്ട് ജനറൽ ആശുപത്രിയിലെ ചില ആളുകളെയൊക്കെ പരിശോധിക്കുന്നൊക്കെ ആയിട്ട് ഈ നമ്പൂരിയെ അല്ല നമ്പൂരിയല്ല ഈ പാലക്കാട് കാവിലെ പൂജാരി ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇയാൾ ഇതൊക്കെ വിശ്വസിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, എൻ്റെ മനുശ്ശേരി മനയിൽ ധാരാളം കൊടികളുണ്ട്, ഞാനാണ് ഏക അവകാശി, പക്ഷെ പുരുഷപ്രജ ഇല്ലല്ലോ അവിടെ, അതുകൊണ്ട് തിരുമേനിയെ ദത്തെടുക്കാം ഞങ്ങളുടെ മനയിലേക്ക്. അപ്പോൾ ആ കൊടികൾ മുഴുവൻ തിരുമേനിയുടേതാവുമല്ലോ. അപ്പോൾ നല്ല ഒന്നാന്തരം ബ്രാഹ്മണിക്കലൊരു സംഭവം കിട്ടിയല്ലോ. അങ്ങനെ ദത്തെടുക്കാം, ആണവകാശികളില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര സംഭവമായി. അപ്പോൾ ഈ ആണവകാശികളില്ല എന്നൊക്കെയുള്ളത് ഇവർ മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുകയും ചെയ്തു, ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ. അപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളം ഇങ്ങനെ ഗംഭീരമായിട്ട് ഈ പ്രണയ ലീലകളാടി. ഓക്കെ, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ വേഷത്തിലുമൊക്കെ സഹായികളൊക്കെ നിർത്തി ഇങ്ങനെ പോയി. എന്നിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് കോടികളുള്ളത് കൊണ്ട് ഇത് വെറുതെ കളയേണ്ടല്ലോ, ഒരു ആശുപത്രി പണിയാം എന്നുദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങേക്കും ഉണ്ടല്ലോ കുറേ സ്വത്ത്, അപ്പോൾ ഷെയർ എടുക്കാം, അങ്ങേക്ക് ഇതിൽ ഷെയർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമാണല്ലോ, ആശുപത്രിയുടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂജാരി 68 ലക്ഷം രൂപ കൊടുത്തു. പല ഘട്ടങ്ങളായിട്ട് 68 ലക്ഷം രൂപ. പിന്നെ ഇത് ഏതോ ഘട്ടത്തിൽ വെച്ച് സംഗതി ശരിയല്ല എന്ന് തോന്നിയിട്ട് പൂജാരി പോലീസിനെ സമീപിക്കുകയാണ്. 2023 പോലീസിൽ 68 ലക്ഷം പോയില്ലേ, പിന്നെ ഇവരെയും കാണുന്നില്ല. അപ്പോൾ പിന്നെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് വിവിധ ജില്ലകളിൽ പല പേരുകളിൽ ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ അവതരിച്ചിരുന്നു. ഇവർ ശരിക്കും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുബീന എന്ന മുസ്ലിം യുവതിയാണ്. വെളുത്ത് കുറച്ച് തടിച്ചിട്ട് ആണ്. സ്പെഷ്യൽ ടീം പിന്നെ ഇറങ്ങി ലുലു മാളിൽ വെച്ചിട്ട്, എടപ്പള്ളി ലുലു മാളിൽ നിന്ന് ഇവരെ പിടിച്ചു. ഇവരുടെ പേര് മുബീന, നികിത ബ്രഹ്മദത്തൻ്റെ യഥാർത്ഥ പേര് മുബീന. ഇവർ മുഹമ്മദിൻ്റെ മകള്, മറ്റേ കുമരംപുത്തൂർ പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് പയ്യനടം കുണ്ടുതൊട്ടിക മുഹമ്മദിൻ്റെ മകൾ ആണ് ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ. അപ്പോൾ ഇപ്പോൾ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ 1 ലക്ഷം രൂപയും കുറേ ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവർ ശ്യാം സന്തോഷ് എന്ന് പറഞ്ഞൊരാളുടെ കൂടെ സഹവാസം, ലിവിങ് ടുഗദർ ആയിരുന്നു. ശ്യാം നിവാസ്, നീർക്കുന്നം, അമ്പലപ്പുഴയിൽ നിന്നുള്ള യുവാവ്. അപ്പോൾ ഇവർ സത്യത്തിൽ ഭയങ്കരമായി ഹിന്ദുക്കൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടേ മൊത്തം ഈ സവർണരായിട്ട് ഭാവിക്കുന്നവരെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. ശ്യാം സന്തോഷ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ മുബീന 9ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. ഈ പൂജാരിയെ വിളിച്ചിട്ടേ അവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുന്നതായിട്ട് മാത്രമല്ല കണ്ടിരുന്നത്, പലപ്പോഴും അദ്ദേഹത്തിന് മോർച്ചറിയിൽ വെച്ചും കണ്ടിരുന്നു. നമുക്കിവിടെ കാണാം എന്ന് പറഞ്ഞിട്ടേ. കൊള്ളാം കേട്ടോ, ചില്ലറ കലാപരിപാടിയല്ല. ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ഒക്കെ കേസുകളുണ്ട്. വളരെ വർഷങ്ങളായിട്ട് അവരുടെ ഉപജീവന മാർഗം. എനിക്ക് ഇത് കേട്ടപ്പോൾ തോന്നുന്ന കാര്യം എന്താ അറിയോ, ഈ മലബാറിലെ മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ, അവർ ചില്ലറക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ സാറേ. ഒരു നമ്പൂരി 2 കേസ് ഞാൻ കണ്ടു. ഒരു തീർത്ഥാന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ, ഒരു ഓർമ്മയില്ലേ ഒരു കേസ്, ഒരു അമ്പലത്തിലെ പൂജാരിയെ റംല എന്ന് പറയുന്നൊരു മങ്കടക്കാരി ഒരു മുസ്ലിം പെണ്ണ് ചെന്ന് പ്രണയിച്ച് അവർ അടുപ്പത്തിലായി. എന്നിട്ട് അയാൾക്ക് ആദ്യത്തെ ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടിയാണ് ആ കുട്ടിയെ ഇവർ കൊന്നുകളഞ്ഞു, ഭീകരമായിട്ട് ആ കേസ് വന്ന ഓർമ്മയില്ലേ? ഇപ്പോൾ അടുത്ത കാലത്താണ് അതിൻ്റെ ശിക്ഷ വന്നതെന്ന് തോന്നുന്നു. മങ്കടക്കാരി കാര്യമായി വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത റംല എന്നൊരു സ്ത്രീ
ഈ നമ്പൂരിയായ പാവം എന്താ പറയുക, നമ്മളെ ഈ പൂജാരിയെ പറഞ്ഞ് പറ്റിക്കണമെങ്കിൽ ആ സ്ലാങ് പഠിച്ചെടുക്കാൻ എടുക്കുന്ന പാടത്രേ. അയ്യോ, അപ്പൊ ഇവരെടുക്കുന്ന അധ്വാനം എത്രയാ. മാത്രമല്ല എന്നൊക്കെ പറയണ്ടേ, പലതും പറയേണ്ടി വരുമല്ലോ. മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ ഈ സാധനത്തിന് മലയാളി മനസ്സിൽ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഒരു നമ്പൂരി പേര് അല്ലെങ്കിൽ ഒരു അന്തർജനം, അതിൻ്റെ വേഷഭൂഷാദികൾ, അതിൻ്റെ സ്ലാങ്, അതിന് കിട്ടുന്ന മലയാളി മനസ്സിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഇടിച്ചു കയറുക. നമ്പൂരി സ്ത്രീയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സ്വീകാര്യത, അവർക്ക് എളുപ്പത്തിൽ നല്ല കാശും ആസ്തിയും ഉള്ള ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധ്യത, ഇതൊക്കെ വലിയ എനിക്ക് തോന്നിയ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയില്ലേ, മലബാറിലെ ഇപ്പം ഞാൻ കണ്ട ഈ 2 കേസെങ്കിലും എളുപ്പമല്ല. കാരണം ഈ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്ന മനുഷ്യരെ ഇത്ര സമർത്ഥമായി പറ്റിച്ചെടുക്കണമെങ്കിൽ അതിന് നേടുന്നൊരു അഭ്യാസം ഉണ്ടല്ലോ, അത് ഭീകരമാണ്. അത് ഒരു കാലത്ത് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ഈ പുരുഷാധിപത്യത്തിൻ്റെ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം പോകുന്നത് എക്സ്ട്രീമായിട്ടാണ്. ഒന്നുകിൽ പഠിച്ച് നല്ല നിലയിൽ ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ വലിയ തോതിൽ വളരുന്നുണ്ട് മലബാറിലെ പെൺകുട്ടികൾ. ക്രിമിനൽ സൈഡിലേക്ക് പോകുമ്പോഴും അവർ ഗംഭീരമായ വളർച്ചയാണെന്നാണ് പറഞ്ഞത്, എക്സ്ട്രീമായിട്ടുള്ള. കേരളത്തിലുണ്ടല്ലോ ഈ ബ്രാഹ്മിൻ ഹെജമണിക്കെതിരെ ചില ദലിത് ചിന്തകരെയൊക്കെ വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ ആക്രമണം നടത്തുന്നുണ്ട്, ഹിന്ദു സമൂഹത്തിലൊരു വിടവ് സൃഷ്ടിക്കാൻ വേണ്ടി. ആ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ ഒളിപ്പോരാളികളാണ് ഇത്തരം സ്ത്രീകൾ. തീർച്ചയായിട്ടും. മുബീന 9ാം ക്ലാസ് വരെ പഠിച്ചൊരു മുബീന എന്ന പെൺകുട്ടിക്ക്, അതും കുമരംകുത്ത് പയ്യനടം, അവിടെ നമ്മളൊരു മലയാളത്തിലൊരു പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്, KPS പയ്യനടം എന്ന് പറഞ്ഞ നാടകമൊക്കെ എഴുതിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായി വരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇവരുടെ ഒരു ശാക്തീകരണമാണ്. 2 നെഗറ്റീവ് സെൻസിൽ. ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടി എല്ലാ മേഖലയിലേക്കും ഉയർന്നു പോകുന്നു, ഒരു മുസ്ലിം പെൺകുട്ടി ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഇക്കൊല്ലത്തെ മികച്ച അവാർഡ് വാങ്ങുന്നു ഒരു ഭാഗത്ത്. ഇതേ ഭാഗത്ത് അതേ കലാകാരി എന്ന നിലയിൽ വളരുന്നു. ഒരു പെൺകുട്ടി ഇതേ സമയത്ത് തന്നെ വിമാനം പറത്തുന്ന പൈലറ്റായി മാറുന്നു, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അതേ സമയത്ത് തന്നെ എക്സ്ട്രീമായ ക്രിമിനൽ സൈഡിലേക്ക് അത്ഭുതകരമായി പതിച്ചു പോകുന്ന ഒരു വളർച്ച. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളുടെ ഏറ്റവും പുതിയ കാലത്തെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ 2-3 ചിത്രങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ നമ്പൂതിരി ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പുണ്യാഹം തളിക്കുക, ശുദ്ധീകരിക്കുക, വേറെ വഴിയൊന്നുമില്ല തൽക്കാലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.